2024 ജനാധിപത്യ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ. അതിൽ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനം ജമ്മു കാശ്മീർ തന്നെയാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. 2014 ജമ്മു കാശ്മീരിലെ അവസാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവിടെ ജനാധിപത്യപരമായൊരു പോരാട്ടം നടക്കുവാൻ പോകുന്നത്. 10 വർഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുവാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയേറെയുള്ള ഒരു കാലയളവ് തന്നെയാണ്. 2014 അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്ന കശ്മീരിലെ പ്രധാന ചില ജില്ലകളിൽ ഒന്ന് CPMൻ്റെ പക്കലായിരുന്നു. CPMൻ്റെ പക്കലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലം ആര് ഇത്തവണ നേടിയെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമുക്ക് പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജമ്മു കാശ്മീർ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി. ജമ്മു കാശ്മീരിലെ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് 1996, 2002, 2008, 2014 വരെ അദ്ദേഹം കുൽഗാമിൽ നിന്ന് വിജയിച്ചു. ആ കുൽഗാമിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. അനന്ത്നാഗ് കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്ന കാലത്തെ സ്വന്തം മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി തന്നെ പ്രവർത്തിച്ചു പോന്നിരുന്നു. അങ്ങനെ 1996 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം വിജയം കൈവരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഇടതു കോട്ടയായി എല്ലാ കാലത്തും നിലനിന്നിരുന്ന നിയമസഭാ മണ്ഡലം ഇക്കുറി അത്ര എളുപ്പത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. അതിൻ്റെ പ്രധാന കാരണമാകട്ടെ ജമായത്ത് ഇസ്ലാമിയും. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കാര്യമായ രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു വലിയ വിഭാഗം ജനത കുൽഗാമിലുണ്ട് എന്നത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ ഏറ്റവും വലിയ ബലവും അതുതന്നെയായിരുന്നു. കശ്മീരിലെ മറ്റു മണ്ഡലങ്ങളിൽ മതപരമായ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെട്ടു നിൽക്കുമ്പോൾ രാഷ്ട്രീയ ബോധത്തോടുകൂടി വോട്ട് ചെയ്യുന്ന വോട്ടർമാർ ഏറെ ഉണ്ടായിരുന്നു കുൽഗാമിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും മതപരമായി വോട്ടിൽ ഭിന്നിപ്പുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമികളും തമ്മിലുള്ള പോരാട്ടമാണ് കശ്മീരിലെ കുൽഗാമിൽ നടക്കുവാൻ പോകുന്നത് എന്നത് വാസ്തവം. 2014 വരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ള കുൽഗാമിലെ ജനവിഭാഗം ഇക്കുറി എങ്ങനെ ചിന്തിക്കുമെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. 10 വർഷത്തെ കാലഘട്ടം മാത്രം മതി ഒരു നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം മാറിമറിയുവാൻ. മുതിർന്ന CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ മുഖ്യ എതിരാളി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന സയർ അഹമ്മദ് റേഷിയാണ്. കുൽഗാം ജില്ലയിലെ തരിഗാം CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ മാത്രമല്ല, ജമാഅത്ത് നേതാവ് ഷെയ്ഖ് ഗുലാം ഹസൻ്റെയും ജന്മനാടാണ്. വിഘടനവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്ന ജമാഅത്ത് 37 വർഷത്തിന് ശേഷം കുൽഗാമിൽ പോരാട്ടത്തിനൊരുങ്ങുന്നത് 4 തവണ തുടർച്ചയായി വിജയിച്ച തരിഗാമയുടെ മത്സരം കടുത്തതാക്കുന്നു. മതേതര ചേരിയിലൂടെ വോട്ട് ഭിന്നിപ്പിക്കുവാനുള്ള BJPയുടെ തന്ത്രപരമായ ഭാഗമാണ് ജമാഅത്ത് സ്ഥാനാർത്ഥിയെന്ന് തരിഗാമി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനേക്കാൾ അപ്പുറത്തേക്ക് മതപരമായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കുൽഗാമി. ഇത് സ്വാഭാവികമായും BJPയുടെ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാക്കുവാനുള്ള സാധ്യതയും ചെറുതായി കാണുവാൻ സാധിക്കില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മറ്റ് ചെറുകിട പാർട്ടികളെല്ലാം കൈകോർത്തുകൊണ്ട് മത്സരിക്കുവാൻ പോകുന്ന കുൽഗാമിൽ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിലെ ഒരു ഭിന്നതയായി തന്നെ ഈ വിഷയം വളരുവാനുള്ള സാധ്യതയും ഏറെയാണ്. കൂടാതെ 10 വർഷത്തിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മതപരമായ വ്യത്യാസങ്ങൾ, 10 വർഷ കാലഘട്ടം ഇന്ത്യ ഭരിച്ചിരുന്നത് BJP ആണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവയെല്ലാം ജമ്മു കാശ്മീരിലെ 10 വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. 1996 മുതൽ 2014 വരെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി നിന്നിരുന്ന കുൽഗാം ഇക്കുറി മതപരമായ രീതിയിൽ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ, ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി മറുപക്ഷത്ത് വരുമ്പോൾ അത് BJPക്കായിരിക്കും ഏറ്റവും ഗുണകരമായി മാറുക. ഇനി ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃനിരയുടെ തീരുമാനം എന്ത് എന്നത് വളരെ പ്രധാനം തന്നെയാണ്. 4 ടേം അടുപ്പിച്ച് മത്സരിച്ചിട്ടും മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ സ്വാധീനവും ബലവും കുൽഗാം മണ്ഡലത്തിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1996 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗമായി ജനതാദൾ സ്ഥാനാർത്ഥിയായ ഹബീബുള്ള അവായയുടെ മത്സരിക്കുമ്പോൾ അന്ന് 69.65% വോട്ടായിരുന്നു നടന്നത്. പിന്നീട് 2002 മുഹമ്മദ് യൂസഫ് തരിഗാമി
അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അന്ന് 51.72% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ GH നബീദാറാണ്. അന്ന് അദ്ദേഹം നേടിയത് 21.45% വോട്ടും. അതായത് 10% വോട്ടിൻ്റെ കുറവ് അവിടെ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കുണ്ടാകുന്നു. ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 1996 മുഹമ്മദ് യൂസഫ് തരിഗാമിയിലൂടെയാണ് ഇടതുപക്ഷം ആദ്യമായി ആ മണ്ഡലം നേടിയെടുക്കുന്നത്. പിന്നീട് ഒരിക്കലും ആ മണ്ഡലം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തിരിച്ചു നൽകാതെ പിടിച്ചെടുക്കുകയായിരുന്നു ഇടതുപക്ഷം. 2008 തിരഞ്ഞെടുപ്പിൽ അതേ മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുമ്പോൾ അന്ന് വീണ്ടും ശതമാനം കുറയുന്നു, 34.24. അന്ന് നാസിർ അഹമ്മദ് ലവായ് മത്സരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അന്ന് അദ്ദേഹം നേടിയത് 33.77%. അവിടുന്ന് വീണ്ടും കുറയുന്നു കുൽഗാമിലെ മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ സ്വാധീനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം 2014 മത്സരിക്കുമ്പോൾ 38.69% വോട്ടായിരുന്നു അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ നാസിർ അഹമ്മദ് ലവായ് മത്സരിക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹം നേടിയത് 38.06%. അതായത് നേരിയ ശതമാന കണക്കിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടെ മത്സരിച്ച് വിജയിച്ചത്. അങ്ങനെ നേരിയ ശതമാനത്തിൽ മാത്രം വിജയിച്ച അദ്ദേഹത്തിന് 2024 രാഷ്ട്രീയ സാഹചര്യം മാറിയ ഈ സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാകണം ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ 96 പടവട്ടി നേടിയ കുൽഗാം എന്ന് പറയുന്ന മണ്ഡലം സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അത് ജമ്മു കാശ്മീരിലേക്ക് കോൺഗ്രസിൻ്റെ കടന്നുകയറ്റത്തെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കടന്നുകയറ്റത്തെയും കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും പ്രധാനപ്പെട്ട മതവിഭാഗമായ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് BJPക്കെതിരെ ശക്തമായ ഒരു നിര നിർമ്മിക്കുക എന്നത് CPIഎമ്മിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് മാറിയിരിക്കുകയാണ്.